ഖുർആൻ ക്വിസ് സൂറ അൽ ജാസിയ ഭാഗം 7. 1. അസാ എന്ന പദത്തിന്റെ അർത്ഥം തിന്മ ചെയ്തു. 2. എന്താണ് അയ്യാമുൽ അറബ്? അറബികൾക്കിടയിൽ കഴിഞ്ഞുപോയ യുദ്ധങ്ങളെയും ചരിത്ര സംഭവങ്ങളെയും കുറിക്കുന്ന പദമാണ് അയ്യാമുൽ അറബ്. 3. അയ്യാമുള്ള എന്നതിന്റെ ഉദ്ദേശമെന്ത്? മുൻ സമുദായങ്ങൾ കഴിഞ്ഞുപോയ അള്ളാഹുവിന്റെ ശിക്ഷാ നടപടികളെ ഉദ്ദേശിച്ചാണ് അയ്യാമുള്ള എന്ന് പറഞ്ഞിരിക്കുന്നത്. 4. അള്ളാഹുവിന്റെ ദിനങ്ങളെ പ്രതീക്ഷിക്കാത്തവരെന്ന് അഭിസംബോധന ചെയ്തത് ആരെക്കുറിച്ചാണ്? മുശ്രിക്കുകളെ. 5. മുശ്രിക്കുകളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തതിന്റെ കാരണമെന്ത്? മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ ശിക്ഷാ നടപടികളെ ഭയമോ പ്രതീക്ഷയോ ഇല്ലാത്തവരാണ്. 6. 14-ാമത്തെ ആയത്തിൽ വിട്ടുവീഴ്ച കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആരോടാണ്? സത്യവിശ്വാസികളോട്. 7. യഗ്ഫിറു എന്ന പദത്തിന്റെ അർത്ഥം നിങ്ങൾ പുറത്തു കൊടുക്കുക. 8. അള്ളാഹുവിന്റെ ദിനങ്ങളിൽ ശിക്ഷയുടെ ദിനങ്ങൾ എന്ന് പറഞ്ഞത് ഏതെല്ലാമാണ്? നൂഹ് നബി അലൈഹിസ്സലാമയുടെ കാലത്തെ പ്രളയം, ആദ് സമൂദ് ഗോത്രങ്ങളുടെ മേൽ ഇറക്കിയ ശിക്ഷ തുടങ്ങിയ ദിനങ്ങൾ. 9. അള്ളാഹുവിന്റെ ദിനങ്ങളിൽ രക്ഷയുടെ ദിനങ്ങൾ എന്ന് പറഞ്ഞത് ഏതെല്ലാമാണ്? ഇസ്രായേലരുടെ മോചന ദിനം, യൂനുസ് നബി അലൈഹിസ്സലാമയുടെ രക്ഷപ്പെട്ട ദിനം തുടങ്ങിയ ദിനങ്ങൾ. യഗ്ഫിറു എന്ന പദത്തിന്റെ വിശാലമായ ആശയമെന്ത്? പ്രതികാരം ചെയ്യാൻ കഴിയുമ്പോൾ തന്നെ അവിവേകത്തെ ക്ഷമാപൂർവം കൈകാര്യം ചെയ്യുക, അവിവേകികളുടെ കാര്യം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക. 11. അവിവേകികൾ പ്രകോപിപ്പിക്കുമ്പോൾ വിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണം? അതിരുവിട്ട് പ്രവർത്തിക്കാതെ അള്ളാഹുവിൽ പരമേൽപ്പിച്ച് മൗനം പാലിക്കുകയും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുക. 12. മുഹമ്മദിന്റെ റബ്ബ് ആവശ്യക്കാരനായിരിക്കുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ജൂതനാര്? ഫിൻഹാസ്. 13. ജൂതന്റെ അടുക്കലേക്ക് പ്രതികാരം ചെയ്യാൻ പുറപ്പെട്ട സ്വഹാബി ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. 14. വല്ലദീ ബഅസക ബിൽ ഹഖ് ലാ തറാ ഗളബ ഫീ വജ്ഹി. താങ്കൾ സത്യവുമായി നിയോഗിച്ചവനാണ് സത്യം, എന്റെ മുഖത്ത് ഇനി താങ്കൾ കോപം കാണുകയില്ല. ആരുടെ വാക്കുകളാണിത്? ഉമർ റളിയല്ലാഹു അൻഹു. 15. ഏത് യുദ്ധസമയത്താണ് അൽ ജാസിയയിലെ 14-ാമത്തെ ആയത്ത് അവതരിച്ചത്? ബനൂ മുസ്തലഖ് യുദ്ധം. 16. തിന്മ ചെയ്തവന് അതിന്റെ ശിക്ഷ ലഭിക്കുമെന്ന ആശയമുള്ള ഖുർആനിക വചനമേത്? വമൻ അസാഅ ഫഅലൈഹ. 17. നന്മ ചെയ്തവന് അതിന്റെ ശിക്ഷ ലഭിക്കുമെന്ന ആശയമുള്ള ഖുർആനിക വചനമേത്? മൻ അമില സ്വാലിഹൻ ഫലിനഫ്സിഹി. 18. മടക്കം അല്ലാഹുവിലേക്കാണ് എന്ന് പരാമർശിക്കുന്ന ഖുർആനിക വചനമേത്? സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. അതിനാൽ അണുത്തൂക്കം നന്മ ചെയ്തവൻ അത് കാണും, അണുത്തൂക്കം തിന്മ ചെയ്തവൻ അതും കാണും. ഏത് സൂറത്തിലാണ് ഈ ആയത്ത് ഉള്ളത്? സൂറ അസ്സൽസല. അല്ലാഹു ഇതൊരു സൽക്കർമ്മമായി സ്വീകരിച്ച് ഇഹപരത്തിൽ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ.